നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലപ്പോഴും ആകാശത്ത് കാണുന്ന ചില പ്രത്യേക പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ കാണാൻ ആളുകൾക്ക് എപ്പോഴും കൗതുകമാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി മാത്രം ഉറക്കമിളഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അങ്ങനെയുള്ളവർക്ക് ഒരു കൗതുക കാഴ്ച ഒരുങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുവൈറ്റിലുള്ളവർക്കായിരിക്കും ഈ അത്ഭുത കാഴ്ച കാണാൻ സാധിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആകാശങ്ങളിൽ കാണാൻ സാധിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്, ദൃശ്യവിസ്മയം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മുന്നറിയിപ്പ്. ജ്യോതിശാസ്ത്ര വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഗ്രഹങ്ങളുടെ സംയോജനം, ഉൽക്കാവർഷണങ്ങൾ, തിളങ്ങുന്ന നക്ഷത്ര സമൂഹങ്ങൾ എന്നിവ രാത്രിയിൽ നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അൽ അജൈരി സയന്റിഫിക് സെന്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഞായറാഴ്ച ചന്ദ്രൻ ചൊവ്വാഗ്രഹവുമായി സംയോജിക്കുന്നതോടെയാണ് ഈ പ്രതിഭാസങ്ങൾക്ക് ആരംഭമാകുക. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഡെൽറ്റ അക്യുഡേറ്റ് വർഷത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് സെന്റർ വിശദീകരിക്കുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ അതിന്റെ പ്രവാഹ കേന്ദ്രം ഉദിച്ചതിന് ശേഷം ഏകദേശം രാത്രി 1:22 ശേഷം കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഇത് കാണാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏറ്റവും അകലെയുള്ള അപ്പോജിയിൽ എത്തുമെന്നും മെയ് 11 മറ്റ് സമയത്തേക്കാൾ അല്പം ചെറുതായിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നുമൊക്കെ സെന്റർ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം വടക്കൻ അർദ്ധഗോളത്തിൽ ഫ്ലവർ മൂൺ എന്നറിയപ്പെടുന്ന പൂർണ്ണചന്ദ്രൻ ദൃശ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെയ് 22 ചന്ദ്രൻ ശനിഗ്രഹവുമായി സംയോജിക്കുമെന്നും അവ തമ്മിൽ 28.2 ഡിഗ്രിയിൽ അകലത്തിൽ അടുത്തുവരുമെന്നും സെന്റർ അറിയിച്ചു. ജ്യോതിശാസ്ത്ര പ്രേമികൾക്ക് ദൂരദർശിനി ഉപയോഗിച്ചാൽ ഈ പ്രതിഭാസങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ മരുഭൂമി പോലുള്ള ഉയർന്ന സ്ഥലങ്ങൾ ഇതിന് അനുയോജ്യമായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മെയ് മാസത്തിലെ പൂർണ്ണ ചന്ദ്രനെയാണ് പ്രധാനമായിട്ടും ഈ ഫ്ലവർ മൂൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ആകാശത്തെ ഒരു കാഴ്ച വിസ്മയത്തെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ആകാശത്ത് ഒരു സ്മൈലി ഫേസ് ഗ്രഹവിന്യാസം ദൃശ്യമാകുമെന്നുള്ള റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള സ്മൈലി ചിഹ്നത്തെ പോലെ ചന്ദ്രൻ ചിരിക്കുന്നത് പോലുള്ള ഒരു രീതി കാണുമെന്നതായിരുന്നു അന്ന് അറിയിച്ചത്. ഏപ്രിൽ 25 ആ അപൂർവ ഗ്രഹവിന്യാസം കാണാൻ സാധിക്കുക എന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്മൈലി ഫേസ് എന്നാണ് ആ പ്രതിഭാസത്തെ അന്ന് വലിയ രീതിയിൽ ആളുകൾ ചർച്ചയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പേര്. ലോകത്ത് എവിടെ നിന്നും സ്മൈലി ഫേസ് കാണാൻ സാധിക്കുമെന്നും എന്നാൽ കുറച്ചു സമയം മാത്രമേ അത് ദൃശ്യമാകൂ എന്നുള്ള അറിയിപ്പൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. ശുക്രൻ, ശനി, ചന്ദ്രൻ എന്നിവയാണ് ഈ സ്മൈലിയുടെ രൂപത്തിൽ ആകാശത്ത് അണിനിരന്നിരുന്നത്. സ്മൈലിയുടെ കണ്ണുകളുടെ സ്ഥാനത്ത് 2 ഗ്രഹങ്ങളും പുഞ്ചിരിയുടെ സ്ഥാനത്ത് ചന്ദ്രകലയും ദൃശ്യമാകുന്നതായിരുന്നു ഈ പ്രതിഭാസം. ഏപ്രിൽ 25 പുലർച്ചെ സൂര്യോദയത്തിന് മുമ്പ് കിഴക്കൻ ചക്രവാളത്തിലായിരിക്കും ആകാശ സ്മൈലി പ്രത്യക്ഷപ്പെടുക എന്നായിരുന്നു ലൈവ് സയൻസ് റിപ്പോർട്ട് ചെയ്തത്. ലിറിഡ് ഉൽക്കാവർഷം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അപൂർവ സംഭവം ഉണ്ടാകുക എന്ന് അറിയിച്ചിരുന്നു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് എളുപ്പം കാണാൻ സാധിക്കുന്ന ഒരു ആകാശ വിസ്മയം തന്നെയായിരുന്നു അത്. ഇതിനുശേഷമാണ് ഇപ്പോഴിതാ വലിയ രീതിയിൽ മറ്റൊരു പ്രതിഭാസം കൂടെ, പ്രത്യേകിച്ച് കുവൈറ്റിലുള്ളവർക്ക് ഏറെ മനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസം കൂടെ ആകാശത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്.